ഹായ് മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. കുറേ ടൈപ്പ് ഓഫ് ആളുകൾ ഇപ്പം നിങ്ങളുടെ ഇടയിലുണ്ടാകും. ചിലർ ഒരു റൗണ്ട് പഠിച്ചിട്ടുണ്ടാകും, റിവിഷനിലേക്ക് കടന്നിട്ടുള്ളവരുണ്ടാകും. ഇനി +2 ആൾക്കാരാണ്, ബോർഡ് എക്സാമും ഇതും കൂടെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നവരുണ്ടാകും. ഇനി ഒരു വർഷമായിട്ട് പഠിക്കുന്ന എല്ലാം മറന്നു പോകുന്നുള്ള ടെൻഷനുള്ളവരുണ്ടാകും. ഇനിയുള്ള ദിവസങ്ങൾ, ഇനി 65ഓളം ദിവസമുണ്ട്. അതിൽ 50 ദിവസത്തെ പ്ലാനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. 50 ദിവസത്തെ പ്ലാൻ എന്ന് പറയുമ്പോൾ 50 ദിവസം നിങ്ങൾ ഇനി എങ്ങനെ പഠിക്കണമെന്നല്ല. 50 ദിവസത്തിൽ എൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് ഞാൻ അധികം നിങ്ങളുടെ സമയം എടുക്കാതെ തീർത്തു തരാം എന്നുള്ളതാണ് ഈ ഒരു പ്ലാനിലൂടെ ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ പ്ലാനിൽ പൊക്കോളൂ, എൻ്റെ കൂടെ നിങ്ങളൊരു ഡെയിലി ഒരു 2 hours സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കണ്ടന്റ് കംപ്ലീറ്റ്ലി ഞാൻ സിലബസ് എന്ത് ചെയ്യും, നിങ്ങളറിയാതെ നിങ്ങൾ അവിടെ ഇരുത്തി പഠിപ്പിച്ച് പോകുന്ന ഒരു സിസ്റ്റം ഞാൻ ഓൺലൈനിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ശ്രമിക്കാം. ആദ്യ ക്ലാസ്സുകളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ ശ്രമം നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ കുറച്ച് സമയം നിങ്ങൾ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ 50 ദിവസം കൊണ്ട് നമുക്കൊന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. റെഡി? അപ്പം എൻറ്റയർ സിലബസ് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്കറിയാം 2 വർഷത്തെ സിലബസ് ഉണ്ട്. അപ്പോൾ 50 ദിവസം കൊണ്ട് നമുക്ക് അതിനകത്ത് ഏറ്റവും ഡീപ്പർ ആയിട്ടുള്ള, ഏറ്റവും കോർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പോകുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് JEE 2025 വരെയുള്ള നമ്മുടെ കഴിഞ്ഞ JEE 2025 വരെയുള്ള ചോദ്യങ്ങൾ ചെയ്ത് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലെ ലക്ഷ്യമെന്ന് പറയുന്നത്. എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. ഇതിലൂടെ നീറ്റ് ചാനലിലും ഞാൻ ഉണ്ടാകും, ഇവിടെയും ഉണ്ടാകും. ഇനി 2 സെറ്റ് ഓഫ് ടീച്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, 2 ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പം യൂഷ്വലി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരുടെയും കണ്ടന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കിട്ടാൻ വേണ്ടി പറ്റും. മൾട്ടിപ്പിൾ ചാനൽസ് നമ്മൾ നീറ്റിനായിട്ട് ബിൽഡ് ചെയ്ത് നിങ്ങളിലേക്ക് കണ്ടന്റ് എത്തിക്കാൻ വേണ്ടി പോവുകയാണ്. മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് ടീച്ചേഴ്സിനെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മാക്സിമം കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് 50 ഡേയ്സിൻ്റെ ഒരു പ്ലാനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. 50 ദിവസം നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം നീറ്റ് സിലബസ് തീർക്കാൻ വേണ്ടി. മക്കളെ, നമ്മൾ 50 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിയാണ് നമുക്കുള്ളത്. ഇങ്ങനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഒന്ന് അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും തീർക്കാനുള്ള ചാപ്റ്ററിൻ്റെ എണ്ണവും, പിന്നെ മാത്രവുമല്ല ഈക്വലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാര്യം നമുക്ക് ഫിസിക്സ് എന്ന് പറയുമ്പം ചാപ്റ്ററിൻ്റെ എണ്ണം കൂടുതലാണ്, അത്രയും ഇല്ല ബോട്ടണിക്ക്, അത്രയും ഇല്ല സുവോളജിക്ക്. പക്ഷേ ഫിസിക്സും നമുക്ക് ഈ പറയുന്ന പോലെ എത്ര പാഠമുണ്ടോ അത്രയും പാഠം തന്നെയാണ് ഈക്വലിയാണ് ബോട്ടണി സുവോളജിയും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് ഓൾമോസ്റ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിലാണ് ആ ഡേയ്സ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 15 ദിവസത്തോളം വേണം. ഞാൻ ആവറേജ് 15 ഡേയ്സ് വേണം നമുക്ക് ഒരു റൗണ്ടും കൂടെ ഫിസിക്സ് എന്ത് ചെയ്യാൻ വേണ്ടി, പഠിച്ചു പോകാൻ വേണ്ടി. ഡെയിലി നമ്മൾ കൂട്ടിയാൽ 15 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ കെമിസ്ട്രി 10 ദിവസമുണ്ട്, ബോട്ടണി 7 ദിവസം നമ്മൾ കൊടുക്കുന്നു, സുവോളജി ചാപ്റ്റേഴ്സ് കുറച്ച് കൂടുതലായതുകൊണ്ട് 8 ഡേയ്സ് നമ്മൾ കൊടുക്കുന്നു. ടോട്ടലി 50 ഡേയ്സിൻ്റെ പ്ലാനാണ്. 15 ദിവസം നമ്മുടെ മുമ്പിൽ കൂടുതലുണ്ട്. അത് നമ്മൾ എക്സാം എഴുതാനും നമ്മുടെ ഈ പറയുന്ന ക്ലാസ്സിനിടയിലുള്ള ബ്രേക്കും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് 15 ഡേയ്സ് ഞാൻ എക്സ്ട്രാ എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 15 ഡേയ്സ് ബഫർ ഇട്ടാൽ നമുക്ക് 50 ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്താൽ നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും. അതിൽ ഞാൻ ആദ്യമേ തീർക്കാൻ വേണ്ടി പോകുന്നത്, ഞാനിത് പാരലലി അല്ല തീർക്കുന്നത്. അതായത് ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും സുവോളജി ഒരുമിച്ചല്ല തീർക്കുന്നത്. ഓരോ സബ്ജക്റ്റ് വൈസാണ് തീർത്ത് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് പോകുന്നത്. കാര്യം കെമിസ്ട്രി ഞാൻ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യും, ദെൻ ഫിസിക്സിലേക്ക് കയറും, ദെൻ ബോട്ടണി സുവോളജി എന്നുള്ള ഓർഡറിൽ അങ്ങ് തീർത്ത് പോവുകയാണ്. കാര്യം നിങ്ങൾ ഓൾറെഡി ഒരു പ്ലാനിൽ പോകുന്നവരായിരിക്കും, നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത്. ഇത് നിങ്ങളുടെ സൈഡ് ബേസ് നിങ്ങൾ പാരലലി എന്ത് ചെയ്താൽ വന്നാൽ ഇവിടെ ക്വസ്റ്റ്യൻ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാകും. നിങ്ങൾക്ക് ഫുൾ മാർക്കിനോട് കൂടി തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി 700+ സ്കോർ ചെയ്യാൻ വേണ്ടത് എല്ലാം ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടിയിരിക്കും. ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. റെഡിയല്ലേ? അപ്പോൾ അതിന് നമുക്ക് ഈ 10 ദിവസം കെമിസ്ട്രി എങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പോൾ 10 ദിവസമാണ് കെമിസ്ട്രി എന്നാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. കൃത്യമായ പ്ലാൻ നമ്മുടെ മുമ്പിലുണ്ട്. കെമിസ്ട്രീൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പോൾ 10 ദിവസത്തിൽ നമ്മൾ കെമിസ്ട്രിയെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അതിന് നമുക്കറിയാം 3 കാര്യങ്ങളാണുള്ളത്: ഓർഗാനിക്, ഫിസിക്കൽ ആൻഡ് ഇനോർഗാനിക്. നമ്മൾ ഓർഗാനിക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓർഗാനിക് 4 ദിവസം കൊണ്ട് നമുക്ക് തീർക്കണം. നമുക്കറിയാം അത്രയും സമയം നമ്മുടെ മുമ്പിലുള്ളൂ. ഫിസിക്കലിന് നമുക്കൊരു 4 ദിവസം കൊടുക്കാം, ഇനോർഗാനിക് 2 ദിവസം. മൊത്തം 10 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി കെമിസ്ട്രി ഒരു സൈഡിൽ ഒതുക്കി വെക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് പാരലലി റിവൈസ് ചെയ്യാം. അപ്പോൾ കെമിസ്ട്രി കഴിഞ്ഞു, ദെൻ ഫിസിക്സിലേക്ക് പോകുന്നു, ബോട്ടണി സുവോളജി എന്നുള്ള ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മുമ്പോട്ട് പോകുന്നു. ഇതാണ് എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് തീർക്കാൻ വേണ്ടി. ഈവനിങ് സമയമായിരിക്കും, 5 o'clock അല്ലെങ്കിൽ 7 o'clock, ഈ 2 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയമായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. നേരത്തെ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അവിടുന്ന് കുറച്ച് സമയം നിങ്ങൾ എൻ്റെ കൂടെ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡേയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് തീർത്ത് പോകാൻ വേണ്ടി പറ്റും. ഒന്ന് ശ്രമിച്ച് നോക്കടാ, ഒന്ന് വന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഞാൻ പറയുന്നത് റെഡിയാണെന്ന്. ഞാൻ അത്രയും എഫേർട്ട് ഇടും, നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നതാണ്. അതിൻ്റെ ഏത് എക്സ്ട്രീം വരെ ഞാൻ എന്ത് ചെയ്യും, എഫേർട്ട് ഇടും. ഞാനൊരു കാര്യം നിങ്ങളോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏത് എക്സ്ട്രീം വരെയും നമ്മൾ എന്ത് ചെയ്യും, പോകും. ആ എക്സ്ട്രീം വരെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുമ്പോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതിനകത്ത് ഓർഗാനിക് ആണ് ഞാൻ ആദ്യം 4 ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടി പോകുന്നത്.
അപ്പം അതിനകത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ വർഷത്തെ ഒരു അനാലിസിസ് കെമിസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവുകയാണ്, ഒരുപാട് കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. എല്ലാ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യണം. സിംഗിൾ ആൻസർ ടൈപ്പ് ചോയ്സ് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ചെയ്യണം, മൾട്ടി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ചെയ്യണം. പിന്നെ ഈ പറയുന്ന പോലെ ചില വർഷങ്ങൾ അസഷൻ റീസൺ ചോദിക്കും, കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു, പക്ഷേ മാച്ച് ദ കോളം ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന 50 ചോദ്യം കഴിഞ്ഞ തവണ വന്നത്. പക്ഷേ ഇത്തവണ മാറ്റമുണ്ട്, 45 ക്വസ്റ്റ്യനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഫിസിക്കലിൽ നിന്നൊരു 15 ചോദ്യം ഉണ്ടാവാം, ഇനോർഗാനിക്കിൽ നിന്ന് 15 ചോദ്യം ഉണ്ടാകാം, ഓർഗാനിക്കിൽ നിന്നും 15 ചോദ്യം ഉണ്ടാകും. അപ്പോൾ 15 ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന കേസ് എന്ന് പറയുന്നത്. പക്ഷേ ചാപ്റ്ററുകൾ ഇനോർഗാനിക് വളരെ കുറവായതുകൊണ്ടാണ് ഡേയ്സ് നമ്മൾ കുറവ് കൊടുത്തത്. അപ്പം നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് പഠിച്ചു തീർക്കാൻ കുറച്ച് സമയം മതിയെങ്കിൽ ആ സമയം കൊണ്ട് തീർക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയായിരിക്കാം വരാൻ സാധ്യതയുള്ളത് ഈ വർഷം. 45 ചോദ്യങ്ങളാണ് ഈ വർഷം ഉള്ളത്, നിങ്ങൾക്ക് അറിയാവുന്നത്. കഴിഞ്ഞ തവണയൊക്കെ ഏകദേശം വെയിറ്റേജ് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. അപ്പോൾ ഈ വർഷവും ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ സെക്ഷൻ ബി ഇല്ലാത്തതുകൊണ്ട് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ട്രെൻഡ് അങ്ങനെ തന്നെ വരാനാണ് സാധ്യത കൂടുതൽ. ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെയും എല്ലാം 2023-24 കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയ എന്ന് പറയുന്നത് അവസാനത്തെ ഏരിയകളാണ്. ഹാലോ ആൽക്കിൻ, ഹാലോ അരീൻ, ഈ പറയുന്ന ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, ആൽക്കോൾ ഫിനോൾ ഈതർ, അമീൻസ്, ദെൻ ബയോമോളിക്യൂൾസ്, ഈ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യം. ദെൻ ഫസ്റ്റ് പാർട്ടുമുണ്ട്, 2 പാർട്ടുകളാണ് ഓർഗാനിക്കുള്ളത്. ഓർഗാനിക് ആണല്ലോ ഞാൻ ആദ്യം തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഓർഗാനിക് എങ്ങനെയെന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. എന്നിട്ട് അടുത്തൊരു പ്ലാനുമായിട്ട് ഇനോർഗാനിക്കിന് വരും, ദെൻ ഫിസിക്കൽ, ദെൻ അങ്ങനെ നമ്മൾ തീർത്ത് പോകും. കെമിസ്ട്രി കഴിയും, ഫിസിക്സ് കയറും, അങ്ങനെ പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ റെഡി ആണെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം, യെസ് സർ റെഡിയാണ്, ക്ലാസ്സിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്, നമുക്ക് ഒരുമിച്ച് പോകാം സാർ. നിങ്ങൾക്ക് വേണ്ട ചാപ്റ്ററുകളെല്ലാം, ഏറ്റവും ആദ്യം വേണ്ട ചാപ്റ്ററുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങളെന്ന് പറയാം. നിങ്ങളുടെ സ്നേഹം അവിടെ കാണിക്കാം. നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ മോട്ടിവേഷൻ, അതായത് നിങ്ങളുടെ അഭിപ്രായമാണ് ആക്ച്വലി നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത്. അത് നിങ്ങൾ കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് തീർക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ടാണ് നമ്മൾ ഓർഗാനിക് തീർക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ 4 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന പാഠങ്ങൾ, അതായത് 5 ചോദ്യം വരുന്ന ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, അമീൻസ് ആണ്. അപ്പോൾ ഡേ 1 ഞാൻ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കാര്യം പലരും എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ GOC എന്നൊക്കെ തുടങ്ങിയാൽ GOC ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓർഗാനിക് ചടച്ചു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഓൾറെഡി നിങ്ങൾ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ റിവിഷനാണ്. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ചോദ്യങ്ങളൊക്കെ ചെയ്ത് സാധനം സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് GOC അങ്ങ് എന്ത് ചെയ്യുക, ഫിനിഷ് ചെയ്ത് കളയാം. ഞാൻ റെഡിയാക്കി തരും, ഒരു പ്രശ്നമില്ലാതെ ഞാൻ റെഡിയാക്കി തരും. ഞാനോ പറയുന്നത്, കാര്യം എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, അമീൻസ്, ഇതാണ് ഡേ 1 നമ്മൾ തീർക്കുക. ഡേ 2 നമ്മൾ പോകുമ്പോഴത്തേക്കും ഹാലോ ആൽക്കേനും അല്ലേ, അരീന്, ആൽക്കഹോള്, ഫീനോള്, ഈതർ, ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക, ഡേ 2 തീർക്കുന്നു. ഡേ 3 വരുമ്പോഴത്തേക്കും സ്വാഭാവികമായും നമ്മൾ GOC 1 എന്ത് ചെയ്യണം, പോകണം. ഡേ 4 നമ്മൾ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഹൈഡ്രോ കാർബണും തീർക്കും. GOC അവിടെ എന്തെങ്കിലും തീർക്കാനുണ്ടെങ്കിൽ ആ ഡേ 4 നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഹൈഡ്രോ കാർബണും കൂടെ ചേർത്ത് എന്ത് ചെയ്യും. ഡേ 3 and 4 GOC ആൻഡ് ഹൈഡ്രോ കാർബണിന് വേണ്ടി കൊടുക്കും. GOC 2 എന്ന് പറയുന്നത് സൈലത്തിലുള്ളവർക്ക് അറിയാം, അവർക്കുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ അങ്ങ് എടുക്കും, എല്ലാ ചാപ്റ്ററിലേക്കും സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങ് കൊടുക്കും. അതങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, റിവിഷനിൽ 4 ദിവസം കൊണ്ട് ഓർഗാനിക് തീർക്കാനുള്ള എൻ്റെ സ്ട്രാറ്റജി. അതിൽ ഫസ്റ്റ് ലൈവാണ് തൊട്ടടുത്ത ദിവസം വരാൻ വേണ്ടി പോകുന്നത്. ആദ്യ ലൈവ് അടുത്ത ദിവസം വരും. ഡേ 1 ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, അമീൻസ്, 5 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 5 ചോദ്യം എന്ന് പറഞ്ഞാൽ 20 മാർക്ക് ഒറ്റ ലൈവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 20 മാർക്ക് ഒറ്റ ലൈവിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ഫസ്റ്റ് ലൈവ് വരും. അന്ന് നമ്മൾ 20 മാർക്ക് ഉറപ്പിച്ചേ മുമ്പോട്ട് പോകുള്ളൂ. JEE 2025 വരെ വന്ന ചോദ്യങ്ങൾ ഞാൻ അന്ന് ചെയ്യിക്കും. അപ്പം ഞാൻ റെഡിയാണ്, നിങ്ങളും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ഫോളോ ചെയ്ത് പൊക്കോളൂ. അഡീഷണലായിട്ട് കുറച്ച് സമയം എനിക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ വെറുതെയൊക്കെ കളയുന്ന സമയങ്ങൾ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ എന്ത് ചെയ്യാം, ഡെയിലി എനിക്ക് തരാൻ റെഡിയാണെങ്കിൽ നിങ്ങളെ ഡോക്ടറാക്കി മാറ്റാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. ആത്മാർത്ഥമായിട്ട് എഫേർട്ട് എടുക്കാൻ റെഡിയായാൽ, നിങ്ങളെല്ലാവരും പഠിച്ചവരാണ്, നിങ്ങളെല്ലാവരും 0-ലുള്ളവരല്ല. നിങ്ങൾക്കെല്ലാം ഒരുപാട് നിങ്ങൾ എഫേർട്ട് ഇട്ടതിൻ്റെ ഭാഗ്യമായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അതൊക്കെ ഒന്ന് ഓർഡർ ആക്കി വെച്ച് അറേഞ്ച് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് ഒന്ന് സെറ്റാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേടുകയുടെ മക്കളെ. അതിലെനിക്കൊരു സംശയമില്ല, നിങ്ങൾക്ക് നേടാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആ സംശയം നിങ്ങളുടെ മനസ്സിലുള്ളപ്പോഴാണ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവുന്നത്. അതെടുത്ത് അങ്ങ് മാറ്റി വെക്കുക, ആ ടെൻഷൻ അങ്ങ് എടുത്ത് മാറ്റി വെക്കുക. എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാനേ പാടില്ല. എനിക്ക് കിട്ടുമെന്നുള്ള ആ ഉറപ്പിൽ നിങ്ങൾ മുമ്പോട്ട് പോകാൻ റെഡിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എത്തും. അപ്പോൾ സംശയം മാറ്റി വെക്കുക. 50 ദിവസം നമ്മളൊന്ന് ഒരുമിച്ച് ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ ശ്രമവും നിങ്ങൾ നടത്തുക.
നിങ്ങളുടേതായ പഠനം നിങ്ങൾ സൈഡിൽ എന്ത് ചെയ്യുക, പ്ലാനിൽ പോവുക. ഒപ്പം എൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൂർ നിങ്ങൾ എൻ്റെ കൂടെ 2-3 മണിക്കൂർ നിങ്ങൾ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്കും നമുക്കും എന്ത് ചെയ്യാം, ഒരുമിച്ച് അത് സെറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് അവസാനം വരെ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തന്ന നിങ്ങളെ റിസൾട്ടിലാക്കിയിട്ടേ നമ്മൾ ഈ യാത്ര അവസാനിപ്പിക്കുകയുള്ളൂ. ഒരുമിച്ച് നേടാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം, അടിപൊളിയായിട്ട് തകർക്കുക. പുതിയ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ടെൻഷൻ അടിച്ചിരിക്കുന്ന നീറ്റ് ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്കും എത്തിക്കുക. മാക്സിമം നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മക്കളും ഇങ്ങനെ ഒരു ചാനലിനെ കുറിച്ച് അറിയുക. ഒരുമിച്ച് നമുക്ക് നേടാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.